വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം. അപ്പോൾ അതിൻ്റെ ഫുൾ നോട്ടും ഞാൻ ഇതിനകത്തിലുണ്ട്. നമ്മൾ പാർട്ട് 1, 2, 3 ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കയറി കാണണേ, കാരണം ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പം നമ്മളത് എവിടെ വരെ വായിച്ചു, എവിടെ വരെ നോട്ടുണ്ട് എന്നത് ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം കണ്ടോ. ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയെല്ലാം തരംതിരിക്കാം, ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കുഞ്ഞുങ്ങളെ കണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് അഥവാ കാണാത്തവർക്കുണ്ടെങ്കിൽ ഈ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അത് നോക്കി എഴുതിയെടുക്കുന്ന കുഞ്ഞുങ്ങളെ, അതായത് പാർട്ട് 1, 2, 3 കണ്ടിട്ട് എഴുതിയെടുക്കുന്നതാണ് കുറച്ചുകൂടെ സൗകര്യം. ഇനി അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കണ്ടോ, 4ാമത്തെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എന്നാൽ എന്ത്, അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മൊത്തം. അതായത് ന്യൂട്രിയൻസ് എന്നാൽ എന്ത്, അതിൻ്റെ 5 ന്യൂട്രിയൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് എന്നീ 5 എണ്ണത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നോക്കിക്കേ, അതിൻ്റെ നോക്കുക, വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസ് ഇൻ ഡിഫറെൻറ്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പം നോക്കിക്കേ, 6ാമത്തെ ക്വസ്റ്റ്യൻ ന്യൂട്രിയൻസ് റിച്ച് ഫുഡിനെ കുറിച്ച് കേട്ടോ. അഥവാ കിട്ടാത്തവർക്ക് വല്ലതും ഉണ്ടെങ്കിലോ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചാൽ കുഞ്ഞുങ്ങളെ. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, ഒന്നാമത്തെ ആളാണ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ കണ്ടോ. അതിൻ്റെ നോട്ട് കണ്ടോ കുഞ്ഞുങ്ങളെ, അതിൻ്റെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്. അതായത് നമ്മുടെ ആ പാർട്ട് തന്നെ 1, 2, 3 എന്നുള്ള പാർട്ട് കയറി കാണണേ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം കാര്യം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് മോർ ഇൻ അവർ ഡയറ്റ് ടു ഗെറ്റ് ഇൻ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി. 9ാമത്തെ ചോദ്യമാണ് വൈ ഡു വി ഹാവ് ഫുഡ് കണ്ടോ. ഇതിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും ഉൾപ്പെടെ വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ. നോക്കി, അയഡിൻ ടെസ്റ്റിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിനകത്തിലുണ്ട്. ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്, അത് ചേഞ്ച് ഇൻ കളർ വരുന്നത് കണ്ടോ. 14. 15ാമത്തെ മില്ലറ്റ്സ് എന്നാൽ എന്താണ്. മില്ലറ്റ്സ് എന്ന് വെച്ചാൽ ചെറുധാന്യങ്ങൾ എന്നാണ് കേട്ടോ. അഥവാ 1, 2, 3 പാർട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ നോട്ട് അങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നമ്മളെല്ലാം അതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രോട്ടീനുകളെ കുറിച്ചാണ്. പ്രോട്ടീൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. പ്രോട്ടീൻ്റെ ധർമ്മങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. എന്താണ് പ്രോട്ടീന്? ഈ പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന 2 രോഗങ്ങളാണ് കുഞ്ഞുങ്ങളെ, ക്വാഷിയോർക്കറും മരാസ്മസ് എന്ന് പറയുന്ന രോഗം. വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ് കേട്ടോ. 18. 19 ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് പ്രോട്ടീൻ അടങ്ങിയ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് കണ്ടോ. പിന്നെ ആണ് ഫാറ്റിനെ കുറിച്ച്. ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പ് കണ്ടോ. അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും നോട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഹൗ ടു ഫൈൻഡ് ദ പ്രസൻസ് ഓഫ് ഫാറ്റ്, ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും കേട്ടോ. 21ാമത്തെ ചോദ്യം. അടുത്ത 22 കൊളസ്ട്രോളിനെ കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. കൊളസ്ട്രോളിൻ്റെ കണ്ടോ ഇംഗ്ലീഷും മലയാളവും കിടപ്പുണ്ട്. നമ്മളിത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് ഞാനിത് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. വിറ്റാമിൻസ്, വൈറ്റമിനുകൾ അല്ലേ. പേജ് നമ്പർ 15 വിറ്റാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ വിറ്റാമിൻ A, B, C, D, E ഒക്കെ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണെന്നും കേട്ടോ. വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും എന്ന് പറയുന്ന ഒരു മഞ്ഞ ബോക്സ് നമ്മുടെ ടെസ്റ്റിലുണ്ട്. അത് വൃത്തിയായിട്ട് പഠിക്കണം. വിറ്റാമിൻസുകളും ഫുഡ് ഐറ്റംസുകളും ഏതൊക്കെയാണ് കേട്ടോ. ടെസ്റ്റിലെ ക്വസ്റ്റ്യനും ആൻസറുകളും കുഞ്ഞുങ്ങളെ ഇതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താ, ഇമ്പോർട്ടൻസ് ഓഫ് മിനറൽസ് കേട്ടോ. എന്താണ് അയൺ എന്താണെന്നുണ്ട് കുഞ്ഞുങ്ങളെ. വിച്ച് മിനറൽസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്. പിന്നെ അതുപോലെ തന്നെ വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ് കേട്ടോ. വിച്ച് ഹെൽത്ത് ഇഷ്യൂസ് വിച്ച് ഒക്കെർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ് കേട്ടോ. 35 ചോദ്യവും ഉത്തരവും. 36ാമത്തെയാണ് ഹീമോഗ്ലോബിൻ. എന്താ ഹീമോഗ്ലോബിൻ? രക്തത്തിന് ചുവന്ന കളർ കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ ഹീമോഗ്ലോബിൻ കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് മലയാളം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ മലയാളം അർത്ഥം കുഞ്ഞുങ്ങളെ കൊടുത്തേക്കുന്നത്. മലയാളം മീഡിയക്കാർ ഇത് എഴുതിയെടുക്കുക, ഇംഗ്ലീഷ് മീഡിയക്കാർ അത് എഴുതിയെടുക്കുക. പിന്നെ what food items will you suggest to include the diet? Someone in your home suffers from mouth ulcer കേട്ടോ. 38ാമത്തെ ചോദ്യമാണ്. 39ാമത്തെ ഡെഫിഷ്യൻസി ഇൻ വിച്ച് വിറ്റാമിൻസ് കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്താ വിറ്റാമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ ഇതിൻ്റെ എല്ലാം ക്ലൂ വെച്ച് നമ്മൾ പറഞ്ഞതാ അല്ലേ. നൈറ്റ് ബ്ലൈൻഡ്നെസ് വെച്ചാൽ നിശാന്തത. ഇനി മിനറൽസിനെ കുറിച്ചാണ്. ഏറ്റവും അവസാനത്തെയാണ് ഈ മിനറൽസ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, വിറ്റാമിൻസ്, ഫാറ്റ്, മിനറൽസ്, ഈ 5 എണ്ണത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത് കേട്ടോ. ഇനി അതുപോലെ വിച്ച് ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ, അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം കുഞ്ഞുങ്ങളെ അനീമിയ. 43ാമത്തെ ചോദ്യമാണത്.
44ാമത്തെ ചോദ്യം നോക്കൂ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് മില്ലറ്റ്സ്, ഫുഡ് ഐറ്റംസ്, വിറ്റാമിൻ ബി കോംപ്ലക്സ് പറഞ്ഞു, ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഡിസീസ്. ഓക്കെ, നമ്മൾ ഈ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അതൊക്കെ നമ്മൾ പറഞ്ഞത് അല്ലേ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം എന്തെല്ലാമാണ് ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടത് അല്ലേ. അതിൻ്റെ ഏതാണ്ട് ഇംഗ്ലീഷും ഉണ്ട് മലയാളം ഉണ്ട് കേട്ടോ. അടുത്തത്, വാട്ട് ഫുഡ് ഐറ്റംസ് ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഓസ്റ്റിയോപൊറോസിസ്. വായിക്കാൻ അറിയണേ കുഞ്ഞുങ്ങളെ. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അല്ലേ. 46 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ഇതുവരെയുള്ള പാർട്ടിനകത്തിൽ ഇട്ടിരുന്നത്. വൈ ആർ അയൺ ടാബ്ലറ്റ് സപ്ലൈ ഇൻ സ്കൂള്. നമ്മുടെ സ്കൂളുകളിൽ അയൺ ഇത് മറ്റേ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആട്ടോ ഈ മുമ്പ് പറഞ്ഞതിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ ലിങ്ക് കാണണേ കുഞ്ഞുങ്ങൾ കേട്ടോ. കാരണം പാർട്ടായിട്ട് നിങ്ങൾ പാർട്ട് 1 വൃത്തിയായിട്ട് നോട്ട് ബുക്കിൽ എഴുതിയെടുക്കുക, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പാർട്ടായിട്ട് എഴുതിയെടുക്കാവേ കുഞ്ഞുങ്ങൾ കേട്ടോ. ചാടി കയറി ഇപ്പോൾ 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതല്ല, കാരണം ഇത് ഓർഡറിലാണ് നമ്മൾ പഠിച്ചു വന്നത് കേട്ടോ. അപ്പം ലാസ്റ്റ് നമ്മൾ പഠിച്ച് നിർത്തിയത് എവിടെയാണെന്നറിയോ, നമ്മൾ എന്തിനാണ് ഈ സ്കൂളുകളിൽ അയണിൻ്റെ ടാബ്ലറ്റ് തരുന്നത് എന്തിനാണ്, അയൺ ഗുളിക തരുന്നത് എന്തിനാണെന്നല്ലേ, നമ്മുടെ വിളർച്ച തടയാനും അല്ലേ. അവിടെ വരെയാണ് നമ്മൾ 46 ക്വസ്റ്റ്യൻ്റെ ആൻസർ ാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാ കുഞ്ഞുങ്ങളെ, കോമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ് അല്ലേ. ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ് മുതൽ അല്ലേ. അതിൻ്റെ നമ്മൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് നോക്കാം. പോഷകേതര ഘടകങ്ങൾ ഉണ്ടാവും കുഞ്ഞുങ്ങളെ. കോമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ പോഷകേതര ഘടകങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. നോക്കിക്കേ, ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ് ദർ ആർ സർട്ടൺ അതർ കോമ്പോണൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ അവർ ഹെൽത്ത്. ലെറ്റ് സി വാട്ട് ദേ ആർ എന്ന് വെച്ചാൽ പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് അല്ലേ. അതെല്ലാമാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ബനാന സ്റ്റെം എന്ന് വെച്ചാൽ വാഴപ്പിണ്ടി ഇല്ലേ കുഞ്ഞുങ്ങളെ. ഇപ്പം അതൊക്കെ പണ്ടുള്ള നിങ്ങളുടെ വീട്ടിലെ അമ്മൂമ്മമാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പണ്ട് വാഴപ്പിണ്ടിയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം അതൊക്കെ കേൾക്കുമ്പോൾ വാഴപ്പിണ്ടിയോ അയ്യേ അത് തോരൻ വെക്കാൻ കൊള്ളാവോ എന്നൊക്കെ പറയുന്നു ഇല്ലേ. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, cut a banana stem and observe the fiber in it. Which other dietary fiber do you know? Why is it essential to include fiber in the diet? Discuss the note given below. Write down your the inference in the science diary. അതായത് നമ്മുടെ ഈ വാഴപ്പിണ്ടി ഒന്ന് മുറിച്ച് നോക്കുമ്പോഴേ അവയിലെ നാരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളെ. അതിങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടല്ലോ നൂല് പോലെ അതിനകത്തിൽ കാണാൻ പറ്റും. നിങ്ങൾ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നമുക്കറിയാം. ആഹാരത്തിലെ നാരുകൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ നിഗമനങ്ങൾ എന്തൊക്കെയുണ്ടോ അത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ വാഴപ്പിണ്ടി അവിടെ നിൽക്കട്ടെ കുഞ്ഞുങ്ങളെ. ഈ ഫൈബർ എന്താണെന്ന് പഠിച്ചിട്ട് നമുക്ക് വാഴപ്പിണ്ടിയിലോട്ട് പോകാം. എന്താ ഈ ഫൈബർ? നാരുകൾ എന്നാണ് അതിൻ്റെ മലയാളം. എന്താ കുഞ്ഞുങ്ങളെ? നാരുകൾ എന്നാണ് മലയാളം. ഓക്കെ, ഫൈബർ ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഫൈബർ ആർ നോട്ട് ന്യൂട്രിയൻസ് കോമ്പോണൻസ്. However, fiber facilitate digestions and ejections of the feces through the large intestine. Cereals with bran leafy vegetables, banana stem, banana flower, etc. contain fiber in abundance. എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, നമ്മുടെ സസ്യാഹാരത്തിലൂടെ, ഈ വാഴ എന്ന് വെച്ചാൽ ഒരു സസ്യമാണല്ലോ, ഈ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് ഈ നാരുകൾ. എന്താ കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ വെജിറ്റബിൾ കഴിക്കത്തില്ലേ, അതാ ഈ സസ്യാഹാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ഉണ്ട്. ഇതാണ് നാരുകൾ. ഈ നാരുകൾ ഒരിക്കലും ഒരു ന്യൂട്രിയൻസ് അല്ല, പോഷകങ്ങൾ അല്ല അല്ലേ. എങ്കിലും ദഹനം വൻകുടലിലൂടെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഇത് എന്താ ലാർജ് ഇൻഡസ്ട്രീൻ, വൻകുടലിലൂടെ ഇതെന്താ വിസർജ്യ വസ്തുക്കളുടെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്ന ഈ നാരുകളാണ് അല്ലേ. നമുക്ക് മോഷൻ എന്താ വിസർജ്യ വസ്തുക്കൾ പുറന്തള്ളത്തില്ല, നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ എടുത്തിട്ട് ബാക്കി വസ്തുക്കൾ പുറന്തള്ളപ്പെടുന്നില്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ ആ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ ഈ ഫൈബർ നമ്മുടെ ശരീരത്തുണ്ടെങ്കിലുണ്ടല്ലോ അത് എളുപ്പം നടക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്താ, തവിട് അടങ്ങിയ ധാന്യങ്ങൾ,
തവിട് അടങ്ങിയ ധാന്യങ്ങളും ഇലക്കറികൾ, പച്ചക്കറികൾ, ഈ വാഴയുടെ പിണ്ടി, അതുപോലെ തന്നെ വാഴയുടെ കൂമ്പ്, പിന്നെ തുടങ്ങിയവയൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയതാണ്. വാഴക്കൂമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ, അതിങ്ങനെ പൊട്ടിക്കുമ്പോഴും ഈ വാഴപ്പിണ്ടിയുടെ കൂട്ട് തന്നെ അതിനകത്തിലും നാരുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈബറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ നീല ബോക്സ് നല്ലതുപോലെ അങ്ങ് എഴുതണം കേട്ടോ, നല്ലതുപോലെ പഠിക്കണം. നിങ്ങൾ നോക്കിക്കേ, ആസ്ക് യുവർ പേരൻസ് അബൌട്ട് ദ ഡിഷസ് പ്രിപ്പയർഡ് ഔട്ട് ഓഫ് ബനാന സ്റ്റെം ഓർ ഫ്ലവർ ഇൻ യുവർ ഹോം, ഡോണ്ട് ഫർഗെറ്റ് ടു ഇൻക്ലൂഡ് ദം ഇൻ യുവർ ഡയറ്റ്. നോക്കില്ല, അച്ഛനോടും അമ്മയോടും ഒക്കെ നിങ്ങൾ ചോദിച്ചേ വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമാണെന്ന് നിങ്ങൾ എന്നിട്ട് മനസ്സിലാക്കൂ. എന്നിട്ട് അവ നിർബന്ധമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങളൊക്കെ സത്യത്തിൽ കഴിക്കുന്നുണ്ടോ നിങ്ങളെ ഈ വാഴപ്പിണ്ടി തോരൻ വെച്ചോ, വാഴക്കൂമ്പ് തോരൻ വെച്ചോ? വാഴയ്ക്ക കഴിക്കും അല്ലേ, വാഴയ്ക്ക തോരൻ വെച്ചും വാഴയ്ക്ക പഴുപ്പിച്ച് പഴുത്ത അല്ലേ പഴമായിട്ടും ഒക്കെ കഴിക്കും. പക്ഷെ പിണ്ടി ഒന്നും കഴിക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ. അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഫൈബർ കൂടുതൽ അടങ്ങിയ ഫുഡാണ് നിങ്ങളെ, അതെല്ലാം കഴിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഇപ്പുറത്തെ പേജിൽ നോക്കിക്കേ. തൊട്ടിപ്പുറത്ത് കണ്ടോ കുഞ്ഞുങ്ങളെ, മാങ്ങയുടെ ഒക്കെ പടം കൊടുത്തേക്കുന്ന കാണുന്നുണ്ടോ? ഒബ്സർവ് ദ പിക്ചർ. നോക്കി, മാങ്ങയുടെ ഉണ്ട്, മാങ്ങ ജ്യൂസ്. ഇപ്പൊ മാങ്ങയുടെ സീസണാ അല്ലേ, മാങ്ങയുടെ സീസണാ. അപ്പൊ മാംഗോ ജ്യൂസ്. ഡിഡ് യു സീ ദ മാംഗോ സ്ലൈസ് ആൻഡ് ദ സ്ട്രെയിൻ മാംഗോ ജ്യൂസ് വിച്ച് ഹാസ് മോർ ഫൈബർ, വൈ ഡിസ്കസ്. ഇവിടെ എന്തോ കുഞ്ഞുങ്ങളെ പറയുന്നത്, അതായത് നമ്മൾ ഈ മാങ്ങ ഉണ്ടല്ലോ, ഈ മാമ്പഴ കഷ്ണം അരിച്ചെടുത്തിട്ട് അത് മാമ്പഴ ജ്യൂസും ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക, എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യൂ. ഇനി മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. എപ്പോഴും ജ്യൂസ് എന്തോ കുഞ്ഞുങ്ങളെ ഇത് കഴിക്കുന്ന സത്യത്തിൽ മാങ്ങയാണെങ്കിൽ എന്താണെന്നറിയോ, കറക്റ്റ് ആ മാങ്ങയുടെ പുറത്തെ ഇത് തൊലി നല്ലതുപോലെ ചെത്തിയിട്ട് അത് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. കാരണം തൊലി ചെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തറയിൽ വീഴുന്നതല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതെന്താ, തൊലി നല്ലപോലെ കഴുകി ചെത്തി എടുത്ത് എവിടെ എപ്പോഴും കഴിക്കാൻ. ഇനി അത് അങ്ങനെ തന്നെ കഴിക്കുന്നതെന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഫുൾ നാരും നമ്മുടെ ശരീരത്തിൽ ചെല്ലും. അതേപോലെ നമ്മൾ ജ്യൂസറിനകത്തിലൊക്കെ അടിച്ചാൽ എന്താണെന്നറിയോ, അതിൻ്റെ നാരുകൾ മൊത്തം വെളി പോവും. അതിനകത്തിലെ ആ വെള്ളം ജ്യൂസ് മാത്രമാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അല്ലാതെ കഴിക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതൊന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അടുത്ത നോക്കുഞ്ഞില്ലേ, വാട്ടറിനെ കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വാട്ടർ അല്ലേ, വെള്ളം. നോക്കിക്കേ, don't you know that about 70% of our body is comprised of water. Water is essential for physiological activities like digestion, circulation and excretion. Water is lost from the body through urine and sweat. So we must drink plenty of pure water. Children should drink 10 to 12 glasses of water a day. Vegetables like tomato, cucumber, watermelon, etc. contains plenty of water. Want you include them in food. എന്താ കുഞ്ഞുങ്ങളെ, നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണ് അല്ലേ. നമ്മുടെ ശരീരം ഇങ്ങനെയൊക്കെ വീർത്തൊക്കെ ഇരിക്കുന്നെങ്കിൽ എന്താണ്, അതിൽ 70% എന്താ കുഞ്ഞുങ്ങളെ, വെള്ളമാണ്. ദഹനം നടക്കുന്നതും അതുപോലെ തന്നെ എന്താ ഡൈജഷൻ, സർക്കുലേഷൻ, നമുക്ക് രക്തത്തിന് എന്തെങ്കിലുമൊക്കെ രക്തചംക്രമണം നടത്തുന്നതും അതുപോലെ തന്നെ ഈ എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, വിസർജനം നടക്കുക. അറിയാൻ വയ്യാത്ത വാക്കുകൾ പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. എക്സ്ക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ, പുറന്തള്ളപ്പെടുക. എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ വിസർജനമാണ് കേട്ടോ. തുടങ്ങി വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. അതുപോലെ തന്നെ മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെയും നമ്മുടെ ശരീരത്തിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ധാരാളം ശുദ്ധജലം നമ്മൾ കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കേണ്ടതുണ്ട്. കുട്ടികൾ 10 മുതൽ 12 ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിക്കണം കുഞ്ഞുങ്ങളെ. നിങ്ങൾ സത്യത്തിൽ ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കുമോ? എവിടാ, ഇല്ലയോ? രാവിലെയും വൈകിട്ട് ഓരോ ചായ കുടിക്കുമായിരിക്കും അല്ലേ കുഞ്ഞുങ്ങളെ. അല്ലാതെ നിങ്ങൾ കുടിക്കണം കേട്ടോ. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങി പച്ചക്കറികൾ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നു. ഇവ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ബാലൻസ്ഡ് ഡയറ്റ്. ഇച്ചിരി സ്പീഡിൽ പോകുന്ന നമുക്ക് നോട്ടൂടെ പറയണം കേട്ടോ. അതുകൊണ്ടാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ മലയാളം സമീകൃത ആഹാരം എന്നാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. എല്ലാം കൂടി ചേർന്ന് സമീകൃത ആഹാരം. Okay, in order to maintain health, we should follow a diet which include protein, carbohydrates, fat, vitamins and minerals in appropriate quantity. Such a diet is called a balanced diet. In there are single food items we discussed earlier that contains all the nutrients in adequate quantity. Don't we compensate the nutrient deficiency in one food items which another one? If so, should not the food we eat
ബി ഡൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ആരോഗ്യം നിലനിർത്തുന്നതിന് ഒരു നിശ്ചിത അളവിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ഇതുവരെ പഠിച്ച പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ്, ഫാറ്റ് അല്ലേ, പിന്നെ വിറ്റാമിനുകൾ, ധാതുക്കൾ, മിനറൽസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമത്തിനെയാണ് നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത് കേട്ടോ. മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ പോഷകഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥമുണ്ടോ? നമ്മൾ ഓരോ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ. അത് ഇവിടെ ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷക ഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെ അല്ല നാം നികത്തുന്നത്. അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. Earlier you have prepared the menu for a day. Examine the menu and find out whether it is a balanced diet. If not, make necessary changes in the diet and write down in the table. നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടിക പൂർത്തിയാക്കിയില്ലേ കുഞ്ഞുങ്ങളെ? മുമ്പ് നമ്മൾ അല്ലേ എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃത ആഹാരമാണല്ലോ നമ്മൾ ഇതുവരെ പഠിച്ചത്. ആണോ കുഞ്ഞുങ്ങളെ? എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ടത് സമീകൃത ആഹാരമാണോ എന്ന് പരിശോധിക്കൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പട്ടികയിൽ അത് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്തിലൊന്നും വലുതായിട്ട് പഠിക്കാമല്ലോ കുഞ്ഞുങ്ങളെ. നമ്മൾ വാട്ടറിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്തൊക്കെ എത്രയൊക്കെ എങ്ങനെയൊക്കെ ബാലൻസ്ഡ് ഡയറ്റ് എന്നാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നോക്കിക്കേ, അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ചേഞ്ച് ടു ബി മെയ്ഡ് ഇൻ മൈ ഡയറ്റ്. എൻ്റെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം, നിങ്ങളുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാം നോക്കൂ നിങ്ങളെ. അതിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇനി അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എഴുതിയിട്ടില്ല. ഫസ്റ്റ് നോക്കി, ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ബ്രേക്ക്ഫാസ്റ്റ്. പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? രാവിലെ നമ്മൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ കഴിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെയാണ് ഇനി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നോക്കൂ കുഞ്ഞുങ്ങളെ. എഗ്ഗ് അല്ലേ, മിൽക്ക്, അതുപോലെ ഓട്സ്, ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 പേര് എഴുതിയാൽ മതി കേട്ടോ. അതിനകത്തിൽ പാലും മുട്ടയൊക്കെ നിങ്ങൾ മിക്കവാറും ഒക്കെ കഴിക്കുന്നതല്ലേ ഇല്ലേ സ്കൂളിൽ ചോറ് കൊണ്ടുവന്നേരം ഒക്കെ അതും കാണുമല്ലോ ഇല്ലയോ. അടുത്തത് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ലഞ്ച്. നമ്മൾ ഉച്ചഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തേണ്ടത്? ഉച്ചഭക്ഷണത്തിൽ നമ്മൾ വെജിറ്റബിൾസ് നല്ലപോലെ കഴിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. അതുപോലെ ഇലവർഗ്ഗങ്ങളും നല്ലതുപോലെ കഴിക്കണം. പിന്നെ ചിക്കനൊക്കെ എന്നും കഴിക്കണമെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ അതും കഴിക്കാം. പിന്നെ ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിന്നർ എന്ന് വെച്ചാൽ എന്താ? രാത്രി ഭക്ഷണത്തിൽ നമ്മൾ എന്തൊക്കെയാ? രാത്രിയിൽ നമ്മൾ കഴിവതും വെജിറ്റബിൾ എത്രത്തോളം കഴിക്കുന്നത് നല്ലതാവും നിങ്ങളെ കേട്ടോ. വെജിറ്റബിൾ ഇപ്പോൾ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും എപ്പോഴും ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അവിടെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടേ. ഇതൊക്കെയാണോ നിങ്ങളെ? അടുത്ത് നോക്കിക്കേ മൈ ഫുഡ് പ്ലേറ്റ്. മൈ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പടം കൊടുത്തേക്കുന്നത് കണ്ടോ. ഇവിടെ ഹാവ് നോട്ട് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് നൺ ഓഫ് ദ ന്യൂട്രിയൻസ് ഡിസ്കസ്ഡ് സോ ഫാർ ക്യാൻ ബി എക്സ്ക്ലൂഡഡ് ഫ്രം അവർ ഡയറ്റ്. എ സാമ്പിൾ വിച്ച് കണ്ടെയ്ൻസ് ഓൾ ന്യൂട്രിയൻസ് ഈസ് ഗിവൻ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ടു ബി ടേക്കൺ ഇൻ എ ഡേ ഫ്രം ദ പിക്ചർ. ഇവിടെ നോക്കൂ, ഞാൻ ചർച്ച ചെയ്ത പോഷകഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. എല്ലാ പോഷകഘടകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രങ്ങൾ നോക്കി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം എന്തൊക്കെ കഴിക്കണം നോക്കണേ. ആ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. മിൽക്ക്, പാല് 300 മില്ലി കഴിക്കണം. കാഷ്യൂ നട്ട് കണ്ടോ 300 ഗ്രാം. ഫാറ്റ് ഒരു ദിവസം നമുക്ക് വേണ്ടത് 27 ഗ്രാം. സിറൽസുകൾ 260. പിന്നെ വെജിറ്റബിൾസ് 400. ഫ്രൂട്ട്സ്, പൾസസ്, എഗ്ഗ്, ഫിഷ്, മീറ്റ് ഇതൊക്കെ എത്ര ഗ്രാം വീതമാണെന്ന് ആ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് അതിൻ്റെ ഇപ്പുറത്തും അതുപോലെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? Prepare a food chart for a day including all the nutrients as per food habit exhibit in your home and class. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷകഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കുക എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഓരോ ദിവസം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകൾ, കാരണം ഇത് ഇത്രയും നമ്മൾ പഠിച്ചതാവും നിങ്ങളെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ അറിയണം. കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡുകൾ നമ്മുടെ നോട്ടിനകത്തിലുണ്ട്. ഫാറ്റ് അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ് നമ്മുടെ നോട്ടിലുണ്ട്. വിറ്റാമിൻ അടങ്ങി ഇത് നല്ലതുപോലെ പഠിക്കണം കേട്ടോ, കാരണം ഇത് ഇത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. വിറ്റാമിൻ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. മിനറൽസ് അടങ്ങിയ ഏതൊക്കെയാണ് തന്നിട്ടുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഏതൊക്കെയാണ് അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിൽ ഇതിന്റെ എല്ലാ ആൻസർ കിടപ്പുണ്ട്. അത് പഠിച്ച ഒരാൾക്ക് ഇതിൽ ഇപ്പോൾ എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത ലഞ്ച് ആൻഡ് ഇറ്റ്സ് കാലോറി. ഇനി നോക്കൂ നിങ്ങൾ, ലഞ്ച് എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം അല്ലെ. ഉച്ചഭക്ഷണവും അതിന്റെ കാലോറിയും. എക്സാമിൻ ദ മെനു ഓഫ് എ സ്കൂൾ noon meal for 5 days. Which food items are included in it? നോക്കൂ നിങ്ങൾ, ഇവിടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ 5 ദിവസത്തെ മെനു ആണ് പരിശോധിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള 5 ദിവസത്തെ മെനു നോക്കിക്കേ. അതിൽ എന്തെല്ലാം വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായിട്ട്
കൃത്യമായിട്ട് ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷകഘടകങ്ങളും പരിശോധിച്ച് എഴുതാനാ ചോദിച്ചത്. നോക്കൂ നിങ്ങളെ ഫുഡ് ഐറ്റംസ് തിങ്കളാഴ്ച മൺഡേയിൽ നിങ്ങൾ എന്താ കഴിച്ചത് അല്ലേ, അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഏതാണെന്ന് എഴുതണം. ചൊവ്വാഴ്ച ബുധനാഴ്ച ഇത് നിങ്ങളുടെ സ്കൂളിൽ ടീച്ചർ തരും എന്തൊക്കെയാണ് നമ്മൾ 5 ദിവസം കഴിച്ചതെന്ന് വെച്ചാൽ അത് എഴുതാനാണ് കേട്ടോ. അടുത്ത് നോക്കിയേ, ഡിഡ് യു നോട്ടീസ് ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ ന്യൂട്രിയൻറ്റ് ഫോർ ഈച്ച് ഡേ. അതെ, ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷകഘടകങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തിയേ ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് സമീകൃതാഹാരം ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലായോ കേട്ടോ. സ്കൂളുകളിൽ പാലും മുട്ടയൊക്കെ ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടോ? അപ്പോൾ അത് എഴുതാം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ട്, അവിയൽ, തോരന്, പിന്നെ ചില ദിവസങ്ങളിൽ ചിക്കൻ കറിയുണ്ട് അല്ലേ. അവിയലും തോരനും സാമ്പാറും ഒക്കെ മിക്കവാറും കാണും. അപ്പോൾ ഉള്ളതൊക്കെ പറക്കി എഴുതുക എന്നുള്ളത്. ഓക്കെ, അടുത്ത ഇപ്പുറത്തെ പേജ് നോക്കിയേ, കാലോറി. നമ്മൾ ഈ കലോറി എന്ന് പറഞ്ഞില്ല, എന്താണ് ഈ കലോറി? മഞ്ഞ ബോക്സ് കണ്ടോ നിങ്ങളെ കലോറിയെക്കുറിച്ച്? Calorie is the unit of measure the amount of energy in food items. Energy is required for physiological activities. കാണാൻ പറ്റുന്നുണ്ടല്ലോ, ലൈക്ക് എന്തോത്തിൻ്റെ റെസ്പിറേഷൻ, സർക്കുലേഷൻ എക്സെട്ര. എ മാൻ എൻഗേജ്ഡ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്വയർ അബൌട്ട് എത്ര 1900 to 2400 കലോറി ഓഫ് എനർജി പെർ ഡേ. A woman having physical activities needed about 1600 to 2000 calories of energy per day. A grown-up child need an average 1200 to 1400 calories of energy per day. എന്തുവോ വല്ല മനസ്സിലായോ? അതായത് ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആവും ഞങ്ങളെ കലോറി. അത് 1 മാർക്കിന് ചോദിക്കുന്ന കേട്ടോ യൂണിറ്റ് കേട്ടോ. എന്താ നിങ്ങളെ അത് 1 മാർക്കിന് ചോദിക്കാം. ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് കലോറിയാണ്. പിന്നെ ശ്വസനം, രക്തചംക്രമണം തുടങ്ങി ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ഊർജം ആവശ്യമാണ് അല്ലെ. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. നല്ലപോലെ ജോലി ചെയ്യുന്ന ഒരു പുരുഷന് കേട്ടോ. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീയും അതുപോലെ പ്രതിദിനം 1600 മുതൽ 2000 കലോറി വരെ അവർക്കും സ്ത്രീകൾക്കും ഊർജം വേണം. അതുപോലെ തന്നെ ഒരു മുതിർന്ന കുട്ടിക്ക് അല്ലേ കുട്ടിക്ക് 1200 മുതൽ 1400 വരെ കലോറി വേണമെന്നാണ്. അത് എത്രയൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഒരു സ്ത്രീകൾക്ക് അല്ലെ, സ്ത്രീക്ക് എത്രയാണ്, പുരുഷന് എത്രയാണ്, പിന്നെ പക്വതയായെന്ന് വെച്ചാൽ മുതിർന്ന ഒരു കുട്ടിക്ക് എത്ര വേണമെന്നുള്ളത് കേട്ടോ. നല്ലതുപോലെ അതിൻ്റെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അടുത്തൊക്കെ എ ചൈൽഡ് ഗെറ്റ് അബൌട്ട് 750 കലോറീസ് ഓഫ് എനർജി ഫ്രം നൂൺ മീൽ എന്ന് വെച്ചാൽ ഉച്ചഭക്ഷണം ഉണ്ടല്ലോ, നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജമാണ് നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ബാക്കി നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ബാക്കി കലോറി നമുക്ക് ലഭ്യമാകും. ഇവിടെ ഒരു ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു സജസ്റ്റ് ലെക്സ് എക്സ്പീരിയൻസ് ന്യൂട്രീഷൻസ് ഡിഷസ് ടു ഇംപ്രൂവ് ദ നൂൺ മീൽ. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചിലവ് കുറഞ്ഞതും പോഷകസമൃദ്ധമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ എന്ന്. എന്താ നിങ്ങളെ, നമുക്ക് ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ചിലവ് കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ ഏതൊക്കെയാ അത് ഞാൻ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? നമ്മൾ തോരനോ അവിയൽ അല്ലേ, സാമ്പാർ അങ്ങനെയൊക്കെ. എന്നാ ചോദിക്കും പച്ചക്കറിക്ക് ഇപ്പം എന്താ വിലയല്ലേ, 200 രൂപയൊക്കെ ഒരു കിറ്റിന് അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അത് സാമ്പാർ. അപ്പം ചിലവ് കുറഞ്ഞ രീതിയിൽ വലിയ ഇതല്ലെങ്കിലും അല്ലേ ന്യായമായ രീതിയിലൊക്കെ അത് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്, പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ച് ഒരു ചോദ്യമുണ്ട് കേട്ടോ. അതായത് വാട്ട് ഈസ് ദ പോസിബിലിറ്റീസ് ഫോർ ദ ലോസ് ന്യൂട്രിയൻസ്. ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. നിങ്ങളെ ആഹാരം പാചകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് നമ്മുടെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി അടപ്പയിൽ വെച്ചിട്ട് കൂടുതൽ സമയം ഇട്ട് അങ്ങ് വേവിക്കുക. അടപ്പയിൽ കിടന്ന് വെന്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിനൊക്കെ വേവാൻ്റെ ഒരു സമയമുണ്ട് അല്ലേ. അതൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാഷിംഗ് വെജിറ്റബിൾ ആഫ്റ്റർ കട്ടിങ് ദം, ഹൈ ഹീറ്റ്, ഓവർ കുക്കിങ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 2-3 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഇത്രയും കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ. അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? പഴങ്ങളും പച്ചക്കറികളും എന്താവും നിങ്ങളെ, നമ്മൾ പാചകം ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം അരിയാൻ കേട്ടോ. പിന്നെ ആഹാരത്തിലെ പോഷകഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ് അത് വീട്ടുകാരുമായിട്ട് ചർച്ച ചെയ്ത് എഴുതുക. അത്രയൊക്കെ ഉള്ളൂ കുഞ്ഞുങ്ങളെ റഫായിട്ട്. പിന്നെ അതിനകത്തുള്ളൊരു ലെറ്റേഴ്സസ് ഉണ്ട്, ലെറ്റേഴ്സസ്. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പഠിച്ച അത്രയും ഇടത്തിനെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഫൈബർ ആയിരുന്നു, അത് നമ്മൾ വായിച്ചു. ഫൈബർ അല്ലേ,
ഫൈബർ എന്ന് വെച്ചാൽ നാരുകളാണ്. 47ാമത്തെ ചോദ്യമാണ് അല്ലേ. 47 സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് ഈ നാരുകൾ. നാരുകൾ പോഷകഘടകമല്ല. ദഹനം, മൺകുടലിലേക്ക് വിസർജ്യ വസ്തുക്കളുടെ പുറംതള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നമ്മുടെ നാരുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ വായിച്ചായിരുന്നു. അതുപോലെ വെള്ളത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ വായിച്ചു. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സെറ്റ്. സോ വി മസ്റ്റ് പ്ലെൻറ്റി ഓഫ് പ്യുവർ വാട്ടർ. നമ്മൾ ശുദ്ധമായ പ്യുവർ വാട്ടറിന് എഴുതിക്കോ നിങ്ങൾ. നമ്മൾ ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പോൾ വായിച്ചതാ. ബാലൻസ്ഡ് ഡയറ്റ് എന്നാൽ എന്ത്? സമീകൃത ആഹാരം. ഇത്ര എഴുതിയാൽ മതി. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ എ ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി. സച്ച് ഡയറ്റ് ഈസ് കാൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതിൻ്റെ മലയാളം എന്താ നിങ്ങളെ? ആരോഗ്യം നിലനിർത്തുന്നതിന് ഒരു നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണ് നാം ശീലിക്കേണ്ടത്. ഇതിനെയാണ് നാം എന്ത് പറയുന്നത്? സമീകൃത ആഹാരം എന്ന് പറയുന്നത്. കലോറിയെ കുറിച്ച് ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടോ. അത് ആ ബോക്സിലെ അങ്ങ് പഠിക്കണം. ക്യാൻ യു സജസ്റ്റ് ലെസ് എക്സ്പെൻസീവ്? ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചിലവ് കുറഞ്ഞത്. അപ്പൊ നമ്മൾ അവിയൽ വിത്ത് റൈസ്, ചോറും അവിയലും മാത്രമായിട്ട്. ഇപ്പൊ നല്ല അവിയലാണെങ്കിൽ ചോറിന്റെ കൂടെ അവിയൽ മാത്രം മതി അല്ലേ. നല്ല സാമ്പാറാണെങ്കിൽ ചോറിന്റെ കൂടെ നല്ല സാമ്പാർ മതി. നല്ല തോരനാണെങ്കിൽ ചോറിന്റെ. അതൊക്കെ നമ്മളെന്താ ചിലവ്, എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് അല്ലേ. ലെസ് എക്സ്പെൻസീവ് അല്ലേ. എല്ലാം ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി എന്താ വീട്ടിൽ ചോറിന് ഒരു കൂട്ടാൻ മതി എന്ന് വിചാരിച്ചാലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മുടെ ടെസ്റ്റിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ മിക്കവാറും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെസ്റ്റിലെ നോക്കിയേ. ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻസ് ദം ഇൻ പ്ലെൻറ്റി ആർ ഗിവൻ ബിലോ. മാച്ച് ദ ഡ്രോയിങ് ലൈൻ. നമ്മുടെ ടെസ്റ്റിനകത്തിലെ ലെറ്റേഴ്സസ് നോക്കണേ നിങ്ങളെ. നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. അവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക. നോക്കിയോ നിങ്ങളെ. കാർബോഹൈഡ്രേറ്റ്സ് അല്ലെ. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? ധാന്യങ്ങളാണ് കേട്ടോ, സീരിയൽസുകൾ. മിനറൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ധാതുക്കൾ. അതെന്താണ്? ഇലക്കറികളാണ്, ലീഫി വെജിറ്റബിൾസ് ആണ്. ഫാറ്റ് എന്ന് വെച്ചാൽ കൊഴുപ്പാണ്. കൊഴുപ്പ് എപ്പോഴും എന്താ? ഓയിൽ നിന്ന്, എണ്ണകളിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെതായ രീതി മലയാളംകാരങ്ങ് വരയ്ക്കണേ കുഞ്ഞുങ്ങളെ. പ്രോട്ടീൻ എന്താണ്? പ്രോട്ടീൻ എപ്പോഴും പൾസസ്, എഗ്, പയറുവർഗ്ഗങ്ങളും മുട്ട ഇവയിലാണ് കേട്ടോ. അത് വരയ്ക്കാനേ നല്ലപോലെ. വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ഈറ്റ് ഫുഡ് കണ്ട അയോഡിൻ. ഇവിടെ നോക്കുക, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം. നമ്മൾ പറഞ്ഞു അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ കുഞ്ഞുങ്ങളെ? അയഡിൻ. അയൺ അല്ലേ, അയോഡിൻ. അയോഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ ആണ് കേട്ടോ. അയണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്നത് അനീമിയമാണ്. തിരിഞ്ഞു പോകല്ലേ, അതൊക്കെ നമ്മൾ തന്നതാണ്. നാരുകളെ അടുത്ത് നോക്കിയേ. അവർ ബോഡി ഡൈജസ്റ്റ് ഫൈബർ. ഫൈബറിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ആ ഫൈബറിന്റെ ബോക്സ് എഴുതി വെക്കണം കേട്ടോ നിങ്ങളെ. അടുത്ത ഹെൽത്ത്. ടീത്ത് നമ്മൾ എന്താ കാൽസ്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നല്ലോ, കാൽസ്യത്തിനെ കുറിച്ച്. അത് ആ ടീത്തുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, അതിനകത്തിലുണ്ട്. അടുത്തത് ദ ടീച്ചർ ഗീവ് മീ ആൻ അയൺ ടാബ്ലറ്റ് ടുഡേ ബട്ട് ഐ ഡിഡ് നോട്ട് ഈറ്റ് ഇറ്റ്. ഡു യു എഗ്രി വിത്ത് അരുണ? വൈ? ഇവിടെ ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നു? ഇല്ല. എന്താ? അയൺ ഗുളികകൾ നമ്മൾ കഴിക്കണം, നമ്മുടെ ശരീരത്തിലെ വിളർച്ച മാറ്റാൻ വേണ്ടിയാണ് അല്ലെ. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതിയതാ. സ്കൂളിൽ അയൺ ഗുളിക തരുന്നത് എന്തിനാണെന്ന് കേട്ടോ. അടുത്ത വിറ്റാമിൻ ആൻഡ് മിനറൽസ് റിക്വയർഡ് ബൈ അവർ ബോഡി ലെസർ ക്വാണ്ടിറ്റി. വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. ഒരു കുട്ടിയുടെ അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? അത് ടീച്ചർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതിന് വലിയ ഇതില്ല, എന്നാലും വേണമെന്നുണ്ടെങ്കിൽ തരും കുഞ്ഞുങ്ങളെ. എന്നാലും ഇതിനകത്തിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഈ പാഠത്തിൻ്റെ ഫുള്ളും നോട്ടും നമ്മൾ തന്നിട്ടുണ്ട് കേട്ടോ. ഇനി മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? എല്ലാത്തിൻ്റെയും മലയാളവും ഇംഗ്ലീഷും കൂടെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ 4 ലിങ്ക് വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒറ്റ ലിങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയത് അങ്ങ് കാണിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു ബുക്ക് എടുത്തിട്ട് വൃത്തിയായിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയെടുക്കുക മാത്രമല്ല കുഞ്ഞുങ്ങളെ, അത് പഠിക്കുകയും വേണം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മൊത്തം നോട്ടും എഴുതിയിട്ടുണ്ട്, ഫുഡ് ഫോർ ഹെൽത്ത് കേട്ടോ. അപ്പം നിങ്ങൾ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായെന്ന് കമൻറ്റ് പറയണേ കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. എന്നിട്ട് ഞാൻ രണ്ടാമത്തെ പാർട്ട് പിന്നീട് ഇടാം. ഓക്കെ, താങ്ക് യു കുഞ്ഞുങ്ങളെ. താങ്ക് യു.